സുൽത്താൻ ബത്തേരിയിൽ നിന്നും മൈസൂരിലേക്ക് പോകുന്ന ബസ്സിൽ 93 രൂപ ടിക്കറ്റ് കൊടുത്തുകൊണ്ട് ഗുണ്ടിൽപേട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോയിരിക്കേണ്ട കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഗുണ്ടിൽപേട്ട്. പോയാലോ? ഗുണ്ടിൽപേട്ട് ബസ് സ്റ്റാൻഡിൽ ഹിമവത് ഗോപാൽസ്വാമി പേട്ടയിലേക്ക് പോകുന്ന ബസ് ഉണ്ടാവും. നീണ്ടു നിവർന്നു കിടക്കുന്ന റോട്ടിലൂടെ സൂര്യകാന്തി തോട്ടവും കണ്ട് ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ കവാടത്തിലെത്തി. ഇവിടുന്നും 70 രൂപ ടിക്കറ്റ് എടുത്തുകൊണ്ട് കർണാടക RTCയുടെ ബസ്സിൽ വേണം മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പോകുന്ന സമയത്ത് ഇതേപോലെ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. വരുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. ഇവിടെ എത്തി 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. മഞ്ഞു മൂടിയ ഹിമവത് ഗോപാൽസ്വാമി ടെമ്പിളാണിത്. എല്ലാ സമയവും ഇതേപോലെ തന്നെയായിരിക്കും ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്. നിങ്ങൾ ഏതൊരു മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ഇവിടെ വന്നുകൊണ്ടേ ഇവിടുത്തെ കാഴ്ചയും ഭംഗിയും ഒക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ബന്ദിപ്പൂർ ടൈഗർ റിസർവിനുള്ളിലാണ് ഈ ഒരു ക്ഷേത്രം. ചിലപ്പോഴൊക്കെ ഈ ഒരു ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് വരെ ആനകൾ വരാറുണ്ട്. ഇനി നമ്മൾ പോകുന്നത് സൂര്യകാന്തി പൂക്കളുടെ ലോകത്തേക്കാണ്. ജൂൺ മുതൽ ആഗസ്റ്റ് അവസാനം വരെയാണ് നിങ്ങൾക്കിവിടെ ഇതേപോലത്തെ കാഴ്ചകൾ കാണാൻ പറ്റുക. നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്ന സമയത്തെ അവർ നമുക്ക് തിരിച്ചു ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യരുത്. ചിലപ്പോഴേ അവർക്ക് നമ്മളെ ഓർമ്മ പോലും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്കൊരാവശ്യം വരുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ നിങ്ങളെ സഹായിക്കാനുണ്ടാവും. അതേപോലെ തന്നെയാണ് ഈ ഒരു മഹേന്ദ്രൻ. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫ്രീ 20 യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പം നേരെ ഗുണ്ടിൽപേട്ടയിലേക്ക് പോവല്ലേ.